നമുക്ക് കുറച്ച് അവിയൽ വെച്ചാലോ? ഇത് അവിയലിൻ്റെ കഷ്ണങ്ങളാണ്. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ നല്ലപോലെ തിരുമ്മി 1 ഗ്ലാസ് വെള്ളം വെച്ച് അടുപ്പിൽ വേവിക്കാൻ വെച്ചിരിക്കുവാണ്. അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ, ഇച്ചിരി കാന്താരി, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഒന്ന് ചതച്ച് കൊണ്ടുവരണം. കഷ്ണത്തിൽ ആവി കയറിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ആവി കയറ്റാം. അരപ്പിന് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരുണ്ട്. ഇത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. താങ്ക് യു.